എല്ലാവർക്കും സ്പൈസ് വിഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ പിസയുടെ റെസിപ്പിയാണ്. ഇത് നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ നമ്മൾ പിസ വാങ്ങാൻ നമുക്ക് തോന്നുകയില്ല. അത്രയും സിമ്പിൾ ആണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിസയുടെ ബേസ് തയ്യാറാക്കാൻ ഒരു ബൗളിലേക്ക് ചെറു ചൂട് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഡ്രൈ ആക്റ്റീവ് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റത്തേക്ക് ഇത് സൈഡിൽ വെക്കുക. നെക്സ്റ്റ് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദാമാവ് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് ഫ്ലേവറിനായിട്ട് പിസയുടെ ഒറിഗാനോ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ പിസ ബേസിന്. ഞാനിവിടെ കുറച്ച് ഒറിഗാനോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈസ്റ്റിൻ്റെ മിശ്രിതം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ ഒരു 1-1.5 മണിക്കൂറെങ്കിലും വെക്കുക. ഇതൊന്ന് പൊങ്ങി വരാനായിട്ടാണ്. കാലാവസ്ഥ അനുസരിച്ചാണ് ഇത്. ചിലപ്പോൾ 2 മണിക്കൂർ അതിൽ കൂടുതലും എടുക്കും, തണുപ്പ് കാലാവസ്ഥയാണെങ്കിൽ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ. പിന്നെ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പെരി പെരി മസാലയാണ്. ഇത് നമുക്കിങ്ങനെ ചെറിയ സാഷയിൽ കിട്ടും. ഇത് സ്മിത്ത് ആൻഡ് ജോൺസിൻ്റെ ആണ്. എനിക്കിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യുമ്പോഴും ആഡ് ചെയ്യും. ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടും കുറച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ അറിയാത്തവർക്ക് ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെ സാഷയിൽ വാങ്ങിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ ആഡ് ചെയ്യണ്ട. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇനി ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെളുത്തുള്ളി അരച്ചത് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു സംഭവം ആഡ് ചെയ്യാൻ മറന്നുപോയി. അതാണ് ഒറിഗാനോ. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഒറിഗാനോ അല്ലെങ്കിൽ പിസ്സ സീസണിങ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒറിഗാനോ ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂറെങ്കിലും സൈഡിൽ വെക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പാനിലേക്ക് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാവിനെ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഈക്വൽ പോർഷൻസിൽ ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് 4 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിതുപോലൊരു പാത്രം എടുക്കാം. എന്നിട്ട് അതിൽ നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്ത പോർഷനില്ലേ മാവിൻ്റെ, അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് റൗണ്ടാക്കി എടുക്കാം. അപ്പം ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് ഇത് പരത്തി കൊടുത്തിരിക്കുകയാണ്. ഇനി ഒരു ഫോർക്ക് വെച്ച് ഇത് നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ടോപ്പിങ്സ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഷ്റൂം, കോൺ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ ഉള്ളി ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച്. ഇപ്പോൾ ചിക്കൻ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒലീവ്സ് വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ടോപ്പിംഗ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഒലീവ്സ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഞാൻ മോസറല്ലയുടെ ചീസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോയുടെ സീസണിങ്ങും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പിസ്സ എല്ലാം നന്നായിട്ട് ടോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഞാനിത് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റാണ് ബേക്ക് ചെയ്തത്. അപ്പോൾ തന്നെ നമ്മുടെ പിസ്സ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഈസി പിസ്സയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.